ഒരു കുട്ടി ഈ ചെരുപ്പിട്ടാൽ അലർജിയുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. റബ്ബർ ചെരുപ്പിടാനൊക്കത്തില്ല, തടിച്ചെരുപ്പിടാനൊക്കത്തില്ല, ഒരു ചെരുപ്പ് ഇടാനൊക്കത്തില്ല. അപ്പോൾ അവൾ പല ഡോക്ടേഴ്സിനെ കണ്ടിട്ടും അവളുടെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. അപ്പോൾ എവിടെയോ ഒരു പ്രാർത്ഥനയിൽ അവൾ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ ഒരു ദൈവദാസൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഇവളുടെ പിതാവ്, ഇവളുടെ പപ്പ ഇവൾ കുഞ്ഞായിരിക്കുന്ന സന്ദർഭത്തിൽ ചെരുപ്പ് കൊണ്ട് അടിക്കുന്നതായിട്ട്. അപ്പോൾ കുട്ടി അത് ഓർക്കുന്നില്ല. എന്നാൽ പിതാവ് മാതാവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരിത് റീകളക്ട് ചെയ്തു. ശരിയാണ്, ഇവൾക്ക് 3-4 വയസ്സുള്ള സന്ദർഭത്തിൽ ഈ പിതാവിന് കോപം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കൈ കിട്ടിയത് ചെരുപ്പ് വെച്ചൊരടി കൊടുത്തു. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോഡ് കൺസെപ്റ്റ് തന്നെ വീട്ടിൽ നിന്നാണല്ലോ ഉടലെടുക്കുന്നത്. പിതാവെന്ന് പറയുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ അവർക്ക് ദൈവമാണ്. അന്ന് അവർക്ക് ദൈവം എന്താണെന്നോ യേശു എന്താണെന്നോ അറിയത്തില്ല. അവർക്ക് എല്ലാം പിതാവാണ്. പിതാവിൽ നിന്ന് ഈ കുഞ്ഞൊരിക്കലും ചെരുപ്പ് കൊണ്ടുള്ള ഒരു അടി പ്രതീക്ഷിക്കുന്നില്ല. അത് അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘാതമാണ്. 3-4 വയസ്സുള്ള സന്ദർഭത്തിൽ അവളുടെ ലോങ് ടേം മെമ്മറി സ്ട്രോങ് അല്ല. അതുകൊണ്ട് അത് മെമ്മറിയിൽ പോയില്ല. പിന്നെ അതെവിടെ പോയി? അത് അവളുടെ അബോധതലത്തിലേക്ക് ഡോർമൻ്റായി കിടക്കുക. അത് ഡോർമൻ്റ് ആയിട്ട് അബോധതലത്തിൽ കിടന്നുകൊണ്ട് ഇവളിൽ പ്രവർത്തിച്ചപ്പോൾ അതിന്റെ ഫലമായിട്ട് ശരീരത്തിൽ അലർജി, പല അലർജി രോഗങ്ങളുടെ പിന്നിലും ആന്തരിക മുറിവുകളുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും അലർജിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ ഇന്ന് വിശ്വസിക്കുക, യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സ് സൗഖ്യമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് അലർജികളിൽ നിന്നും പൂർണ്ണ സൗഖ്യം ലഭിക്കും. ഇവളിൽ അത്ഭുതം സംഭവിച്ചു. ഈ തിരിച്ചറിവുണ്ടായി. പിതാവും ഈ മകളും തമ്മിൽ ഒരു ബന്ധത്തിന്റെ പുനഃസ്ഥാപനം നടന്നു. പിതാവ് മകളോട് ക്ഷമ ചോദിച്ചു. കുഞ്ഞ് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അവൾക്കന്ന് ഒരു 10-16 വയസ്സുണ്ട്. 3-4 വയസ്സിൽ നടന്ന കാര്യമാണ്. അതുമൂലം എത്ര വർഷമാണ് സഫർ ചെയ്തത്. ആ ചെരുപ്പിടാൻ കഴിയത്തില്ല, അലർജി വരും. എന്നാൽ ആ സമയത്ത് ഒരു റെസ്റ്റോറേഷൻ നടന്നു. ആ റെസ്റ്റോറേഷൻ മൂലമായിട്ട് കുട്ടി സൗഖ്യമായി.